വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മംഗളവാർത്ത ശ്രവിച്ചതിന് ശേഷം മറിയം ഗബ്രിയേൽ മാലാഖയോട് പറയുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളെ താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുകയാണ്. ഒന്ന്, ഇതേ വാക്കുകൾ സക്കറിയ പുരോഹിതനോട് മാലാഖ അറിയിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഞാൻ ഇതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ബുദ്ധി കൊണ്ട്, തൻ്റെ അനുഭവജ്ഞാനം കൊണ്ടെല്ലാം ദൈവിക പദ്ധതികളെ അളക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ മറിയം ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? യെശയ്യാ 7:14 പറയുന്ന വചനം മറിയത്തിന് അറിയാം. ഇങ്ങനെ കന്യക ഗർഭം ധരിച്ചൊരു പുത്രൻ ജനിക്കുമെന്നെല്ലാം അവൾക്കറിയാം. എന്നാൽ തൻ്റെ കാര്യത്തിൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, മറിയമാകട്ടെ യൗസേപ്പുമായി വിവാഹ നിശ്ചയം ചെയ്ത സ്ത്രീയാണ്. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇസ്രായേലിൻ്റെ അലംഘനീയമായ നിയമമാണ് സന്താനങ്ങൾക്ക് ജന്മം നൽകുക എന്നുള്ളതാണ്. എന്നാൽ ആ ഒരവസ്ഥയിലാണ് മറിയം ദൂതനോട് ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടാണെങ്കിൽ മേരിയും ജോസഫും തമ്മിലുള്ള വിവാഹ ബന്ധത്തിൽ നിന്നും അവർക്ക് മക്കളുണ്ടാകേണ്ടതാണ്. എന്നാൽ ഞാൻ ഇതെങ്ങനെ സംഭവിക്കും എന്ന് മറിയം ചോദിക്കുമ്പോൾ ഒരു മുൻ നിശ്ചയം അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് വിവാഹിതയാകാൻ തയ്യാറായി എങ്കിലും അവളുടെ ഒരു നിശ്ചയമുണ്ട്. അവളുടെ ശരീരം അതിപരിശുദ്ധമായി കന്യകാത്വം നഷ്ടപ്പെടാതെ തന്നെ കർത്താവിന് സമർപ്പിക്കപ്പെട്ടതാണ്. ആ ശരീരത്തിന്മേൽ ഒരു പുരുഷ സ്പർശനമോ അതുപോലുള്ള സ്വാഭാവിക ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ക്രമങ്ങളോ സംഭവിക്കാതെ നിത്യ കന്യകാത്വത്തിൽ കർത്താവിന് സമർപ്പിക്കപ്പെട്ട ഒരു ശരീരമാണ് മറിയത്തിൻ്റേത്. അതുകൊണ്ടാണ് ഈ ദൈവിക സന്ദേശം ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം എന്താണ്? അവൾ ഒരിക്കലും പുരുഷനോട് ചേർന്ന് തൻ്റെ ചാരിത്ര്യവിശുദ്ധി നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരുവളല്ല. കാരണം അതൊരു മുൻ തീരുമാനമാണ്, അതൊരു മുൻ സമർപ്പണത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് മറിയം ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, മറിയം അധികം കാര്യങ്ങളൊന്നും പറയുന്നതായി സുവിശേഷം രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ ഒരു വാക്കിൽ മറിയം ആരായിരുന്നുവെന്നും അവളുടെ സമർപ്പണം എന്തായിരുന്നുവെന്നും അവളുടെ വിശുദ്ധി എന്തായിരുന്നുവെന്നും എല്ലാം വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് ധ്യാനിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അവൾ നിത്യകന്യകയായി ദൈവത്തിന് സമർപ്പിതയായിരുന്നു. അവളുടെ ഈ സമർപ്പണം കർത്താവ് കാണുകയും അതിന്മേൽ പ്രസാദിക്കുകയും ചെയ്തു എന്നുകൂടി പിന്നീടുള്ള വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകും. Have a blessed day to all of you.